അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും വേണ്ടി നാം ഒരുമിച്ചിരിക്കുന്ന സദസ്സാണ് ഈ സദസ്സ്. 5ാമത്തെ പഠന ക്ലാസ്സിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. ഒരു വിശ്വാസി നോമ്പുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒട്ടനവധി കാര്യങ്ങൾ കഴിഞ്ഞ 4 ക്ലാസ്സുകളിലൂടെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പഠന ക്ലാസ്സിലെ അവസാനത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത്. നാളെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു പ്രോഗ്രാമായിരിക്കും കേൾക്കാൻ സാധിക്കുക. അഥവാ ബഹുമാന്യരായ ചില വിദഗ്ധ ഡോക്ടർമാരുടെ കൂടെ, വിദഗ്ധരായ ആളുകളുടെ കൂടെയുള്ള ഒരു പാനൽ ഡിബേറ്റ് പോലെയുള്ള പ്രോഗ്രാമാണ് നാളെ നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ സമയത്ത് സാധ്യമാകുമെങ്കിൽ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ഇല്ല എങ്കിൽ അതിന് ശേഷം നമുക്ക് ആ ക്ലാസ് ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്, പറയാൻ ഉദ്ദേശിക്കുന്നത് നോമ്പുമായി ബന്ധപ്പെട്ട ഏതാനും ചില സുന്നത്തുകളും നോമ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ്. നോമ്പുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ആവശ്യമാണെങ്കിൽ റമദാനിൻ്റെ തുടക്ക നാളുകളിൽ ഇൻഷാ അല്ലാഹ് അതിലെ ഓരോ വിഷയങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. പഠിതാക്കളായ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. നമുക്ക് ഇന്നൊരു വിഷയം കൂടെ പറഞ്ഞാൽ നല്ലതാണ്, അല്ലെങ്കിൽ കേൾക്കേണ്ടതാണ്. അങ്ങനെ നിങ്ങൾ പറയുന്ന വിഷയത്തിൽ നിന്ന് ആവശ്യമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് സാധ്യമാകുന്ന ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠന ക്ലാസ്സുകൾ സംഘടിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് നോമ്പിലെ ഇളവുകൾ, അതേപോലെ തന്നെ നോമ്പിലെ ചില സുന്നത്തുകളാണ്. അപ്പോൾ നോമ്പുകാർക്കുള്ള ഇളവുകൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം, വലിയ അശുദ്ധിയോടുകൂടെ സുബഹി വരെ കഴിയൽ എന്ന ഒരു ഭാഗമാണ് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് 2 തലങ്ങൾ ചർച്ചയിൽ വരേണ്ടതുണ്ട്. ഉദാഹരണത്തിനൊന്ന്, ആർത്തവകാരിയായ ഒരു സ്ത്രീ, ഹൈദ് ബാധിച്ച ഒരു സ്ത്രീ, അവർ രാത്രിയിൽ സുബഹിയുടെ മുൻപ് അവർ ശുദ്ധിയായി, അവർ കുളി നിർവഹിച്ചിട്ടില്ല. അപ്പോൾ അവർ കുളിക്കുന്നതിൻ്റെ മുമ്പ് അവർക്ക് അത്താഴം കഴിക്കാം, അതേപോലെ തന്നെ നോമ്പിൻ്റെ നിയ്യത്ത് ചെയ്യാം, നോമ്പിലേക്ക് അവർക്ക് പ്രവേശിക്കാം, അതിന് പ്രശ്നമില്ല. കുളി ഷർത്താകുന്നത് എപ്പോഴാണ്? നമസ്കരിക്കാനാണ്, വുദൂ ചെയ്യാനാണ്. വുദൂ ചെയ്യാൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ച് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ കുളിക്കൽ നിർബന്ധമാണ്. നോമ്പിലേക്ക് പ്രവേശിക്കാൻ എന്താവശ്യമില്ല, അവിടെ കുളിക്കൽ ഷർത്തല്ല. അതേപോലെ തന്നെ വലിയ അശുദ്ധിയുള്ള ഒരാൾ, റമദാനിൻ്റെ രാത്രിയിൽ ഭാര്യ ഭർത്തൃ ബന്ധം നടന്നു, വലിയ അശുദ്ധിയിലുണ്ട്, അവർ ആ വലിയ അശുദ്ധിയോടുകൂടി അവർക്ക് എന്ത് ചെയ്യാം? നോമ്പിലേക്ക് പ്രവേശിക്കാം, അതിന് പ്രശ്നമില്ല. പക്ഷേ നമസ്കാരം നിർവഹിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ ശുദ്ധി വരുത്തണം. അതിന് 2 അശുദ്ധികളിൽ നിന്നും ശുദ്ധിയാകണം. വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും അവരെന്ത് ചെയ്യണം? ശുദ്ധിയാകണം. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്രികുൽ ഫജ്റ ജുൻബൻ ഫി റമദാൻ മിൻ ഗൈരി ഹുൽമിൻ ഫയഗ്തസിലു വയസൂമു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, സ്വപ്നസ്ഖലനം എന്ന നിലക്കല്ലാതെ തൻ്റെ ഭാര്യമാരുമായി ലൈംഗിക ബന്ധം സ്ഥാപിച്ചുകൊണ്ട് തന്നെ ജനാപത്തുകാരനായി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൻ്റെ പ്രഭാതത്തിൽ റമദാനിൻ്റെ നബി എന്ത് ചെയ്യാറുണ്ട്? നോമ്പ് നോൽക്കാറുണ്ട്. ശേഷം അവിടുന്ന് എന്ത് ചെയ്യും? നമസ്കരിച്ച് അദ്ദേഹം പിന്നെ നമസ്കാരമൊക്കെ നിർവഹിക്കും. അതേപോലെ തന്നെ നോമ്പ് പൂർത്തിയാക്കുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നോമ്പിൽ ഇളവ് നൽകപ്പെട്ട അല്ലെങ്കിൽ നോമ്പുകാർക്ക് അനുവദനീയമായ കാര്യമാണ് നമ്മൾ വായ കൊപ്പിളിക്കുക, അതേപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. അവിടെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന സന്ദർഭത്തിൽ മൂക്കിൻ്റെ അറ്റത്തോളം എത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. കുത്തിവെപ്പുകൾ എടുക്കുക, ഉദാഹരണത്തിന് ഇപ്പോൾ ഏതെങ്കിലും വാക്സിനുകൾ എടുക്കുക എന്നുള്ളത് നോമ്പിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. അത് ശരീരത്തിന് പോഷണം ചെയ്യുന്ന കാര്യമല്ല, അത് അനുവദനീയമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഭക്ഷണത്തിൻ്റെ രുചി നോക്കിയാൽ നോമ്പ് മുറിയില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണത്തിന് ഉപ്പ് നോക്കാതെ അതേപോലെയുള്ള രുചി നോക്കുന്നതിൽ നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കുളിക്കുകയും ദേഹത്ത് വെള്ളമൊഴിക്കുകയും ചെയ്താൽ നോമ്പ് മുറിയില്ല. പല ആൾക്കാരുടെയും ധാരണയാണ്, അവരെന്ത് ചെയ്യും? റമദാൻ്റെ പകൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കുളിക്കാതിരിക്കും, ദേഹത്ത് വെള്ളമൊഴിക്കാതിരിക്കും. അങ്ങനെ നമ്മൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല, അതൊക്കെ അനുവദനീയമായ കാര്യമാണ്. സുറുമയിട, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞതാണ്. സുറുമയിട എന്നുള്ളത് എന്താണ്? അനുവദിക്കപ്പെട്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീന് എളുപ്പമാണ്, അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ച ദീൻ എളുപ്പമാണ്, അതിൽ പ്രയാസങ്ങളില്ല. അതേപോലെ നോമ്പുകാർക്ക് അനുവദനീയമായ കാര്യമാണ് ഭാര്യമാരെ ചുംബിക്കുക എന്നുള്ളത്. ഭാര്യയെ ചുംബിച്ചാൽ നോമ്പ് മുറിയില്ല. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു വഹുവ സ്വഈമുൻ, നബി നോമ്പുകാരനായിരിക്കെ തൻ്റെ ഭാര്യയെ ചുംബിക്കാറുണ്ട്. വയുബാശിറു വഹുവ സ്വഈമുൻ വലകിന്നഹു അംലകകും ലിഇർബിഹി, നോമ്പുകാരനായിരിക്കെ ഭാര്യമാരെ ചുംബിക്കുകയും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുംബിക്കും എന്ന് പറഞ്ഞ ആയിഷ ഉമ്മ തന്നെ പറയുന്നുണ്ട്, പ്രവാചക തിരുമേനി നിങ്ങളെക്കാൾ കൂടുതൽ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആളാണ്. അപ്പം ചുംബനം അനുവദനീയമാണ്. പക്ഷേ ഇസ്ലാം പാടില്ല എന്ന് പഠിപ്പിച്ച മറ്റുള്ള ബന്ധങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അത് കടന്നു പോകാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്കൊരു യുവാവ് വന്നു. അയാൾ ചോദിക്കുന്നുണ്ട് നബിയോട്, നബിയെ യാ റസൂലല്ലാഹ് ഉഖബ്ബിലു വ അന സ്വഈമുൻ, നബിയെ ഞാൻ റമദാനിലെ പകലിൽ ഭാര്യയെ ചുംബിക്കുന്നതിന് കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ അത് അനുവദനീയമാണോ? അപ്പം നബി പറഞ്ഞില്ല, പാടില്ല എന്ന് പറഞ്ഞു. വേറെ മനുഷ്യൻ വന്നു, ഫജ അഷൈഖുൻ, വേറെ പ്രായമുള്ള ഒരാൾ വന്നു. അപ്പം നബി ചോദിച്ചു, നബിയോട് അദ്ദേഹം ചോദിച്ചു, ഖബ്ബിലു വ അന സ്വഈമുൻ, റമദാൻ്റെ പകലിൽ നോമ്പുകാരനായിരിക്കെ ഭാര്യയെ ചുംബിക്കാൻ പറ്റുമോ? അപ്പം നബി പറഞ്ഞു നഅം, അതേ എന്ന് പറഞ്ഞു. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, മനസ്സിലായില്ലേ? ആ ചുംബിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? അത് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം, നോമ്പിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് അതിൽ നല്ല ശ്രദ്ധയുണ്ടാകണമെന്നർത്ഥം. അതേപോലെ ചീത്ത വാക്ക് പറയുകയോ മോശം പ്രവർത്തിക്കുകയോ ചെയ്യുക എന്നുള്ളത് റമദാനിൽ വലിയ കുറ്റമാണ്. അല്ലാത്ത സമയത്തും കുറ്റം, റമദാനിൽ വലിയ കുറ്റമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം നമുക്ക് കാണാൻ സാധിക്കും, അസ്സിയാമു ജുന്ന, നോമ്പെന്ന് പറഞ്ഞതൊരു പരിചയമാണ് അല്ലേ? നോമ്പൊരു പരിചയമാണ്, എല്ലാ തിന്മകളിൽ നിന്നും നമ്മളെ തടയുന്ന പരിചയമാണ്. അതുകൊണ്ട് തന്നെ നോമ്പുകാരായ ആളുകൾ അവർ ചീത്ത വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. അവരോട് ശണ്ട കൂടാൻ ഒരാൾ വന്നാൽ, പ്രശ്നമുണ്ടാക്കാൻ വന്നാൽ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. നബി പറയുന്നുണ്ട്, റുബ്ബ സ്വാഇമീൻ, എത്രയെത്ര നോമ്പുകാരാണ്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ', അവരുടെ നോമ്പ് കൊണ്ട് അവർക്ക് വിശപ്പല്ലാതെ വേറൊന്നും ലഭിക്കുന്നില്ല. വറുബ്ബ ഖായിമിൻ, എത്രയെത്ര രാത്രി നിന്ന് നമസ്കരിക്കുന്ന ആളുകളാണ്, ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, അവർ രാത്രിയിൽ ഉറക്കം ഒഴിവാക്കിയെന്നല്ലാതെ അവരുടെ ആ നമസ്കാരം കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അവർക്ക് ഉപകാരമൊന്നുമില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നോമ്പ് നോൽക്കുന്ന സമയത്ത് തെറി വിളിക്കുക, അതേപോലെ തന്നെ പ്രശ്നങ്ങളുണ്ട്, അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിശ്വാസികൾ എന്ത് ചെയ്യണം? മാറി നിൽക്കണം. അത് ഒഴിവാക്കേണ്ട കാര്യമാണ്. നോമ്പ് ഒരു ഇബാദത്താണ്. ആ ഇബാദത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നോമ്പിനെ നമ്മൾ സ്വീകരിക്കാനും റമദാനിലൂടെ നമ്മൾ കടന്നു പോകാനും. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പഠിപ്പിച്ചതാണ്. കളവ് പറയുക എന്നുള്ളത് വലിയ കുറ്റമാണ്. അതേപോലെ തന്നെ കള്ളത്തരം കാണിക്കുക എന്നുള്ളത് പാപമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, മല്ലം യദഅ ഖൗല സൂരി വൽ അമലി ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീഹി അയദഅ തഅമഹു വശറാബഹു. നബി പറയുന്നത്, വല്ലവനും കളവ് പറയലും അത് പ്രവർത്തിക്കലും ഉപേക്ഷിക്കാത്ത പക്ഷം അവൻ തൻ്റെ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു ആവശ്യമില്ല എന്നാണ്. കളവ് പറയുക, കളവ് പ്രവർത്തിക്കുക,
അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കച്ചവടക്കാരായ ആളുകൾ ആ മേഖലയിൽ ശ്രദ്ധിക്കണം. കച്ചവട രംഗത്ത് അനാവശ്യമായി ഒരു ഉപകാരവുമില്ലാത്ത കളവുകൾ പല ആൾക്കാരും പറയാറുണ്ട് അല്ലേ. കച്ചവട രംഗത്ത് നമുക്ക് ലാഭം എടുക്കാം. കച്ചവടം എന്ന് പറഞ്ഞാൽ ലാഭത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ വഞ്ചന കാണിക്കാൻ പാടില്ല. കളവ് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ റിയൽ എസ്റ്റേറ്റിൻ്റെ മേഖലയിൽ, കച്ചവടത്തിൻ്റെ മേഖലയിൽ, അത് ഏത് മേഖലയിലുമുണ്ട്. ആ മേഖലകളിൽ മാത്രമൊന്നല്ല, കുടുംബജീവിതത്തിലുണ്ട്, വിദ്യാലയങ്ങളിലുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പുകാരാണ് എന്ന ചിന്ത നമുക്ക് അപ്പോഴും ഉണ്ടാകണം. വിശ്വാസി ഒരിക്കലും കളവ് പറയാൻ പാടില്ല. എന്നാൽ നോമ്പിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യണം? ആ വിഷയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ സുംതും ഫൽയസും സമഉക വബസറുക വലിസാനുക അനിൽ കദിബി വൽ മഹാരിമി വദഅ അദൽ ജാരി വൽയകുൻ അലൈക വഖാറുൻ വസകീനത്തുൻ യൗമ സൗമിക വലാ തജ്അൽ യൗമ സൗമിക വയൗമ ഫിത്രിക സവാഅൻ. എന്താ അദ്ദേഹം പറയുന്നത്? നീ നോമ്പെടുത്താൽ നിന്റെ കാതും കണ്ണും നാവും കളവിൽ നിന്നും ഹറാമുകളിൽ നിന്നും നോമ്പെടുക്കട്ടെ എന്നാണ്. നീ നോമ്പെടുത്താൽ നിന്റെ കണ്ണ് ഇതാ സുംത ഫൽയസും സമഉക, നിന്റെ കേൾവി, വബസർ കാഴ്ച, അതേപോലെ തന്നെ ലിസാൻ നാവ്, ഇതൊക്കെ കളവിൽ നിന്ന് ഹറാമുകളിൽ നിന്ന് നോമ്പെടുക്കട്ടെ. എന്തൊരു രസമുള്ള, എന്തൊരു ഭംഗിയുള്ള പ്രയോഗമാണത്. അതേപോലെ തന്നെ നിന്റെ നോമ്പിൻ്റെ ദിവസം നിനക്ക് ഗാംഭീര്യവും അച്ചടക്കവും ഉണ്ടാകണം. നിനക്ക് നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരുപോലെ ആകാൻ പാടില്ല എന്നാ. ആ 2 ദിവസവും ഒരേപോലെ ആകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നോമ്പിനൊരു ഗാംഭീര്യമുണ്ട്, നോമ്പിനൊരു പ്രൗഢിയുണ്ട്, ഒരു ഐസത്തുണ്ട്. അത് പ്രകടിപ്പിക്കാൻ എന്ത് ചെയ്യണം? വിശ്വാസികളായ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഗീബത്ത് പറയുന്ന ആൾക്കാരുണ്ട് റമദാനിൽ. ഗീബത്ത് പറയും, മറ്റുള്ളവരുടെ പരദൂഷണം പറയുന്ന, തൻ്റെ സഹോദരൻ്റെ അസാന്നിധ്യത്തിൽ അവൻ വെറുക്കുന്ന കാര്യങ്ങൾ പറയുക അല്ലേ. അത്വദറൂനമൽ ഐബ, ഐബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നബി പറഞ്ഞെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ദിക്റുക അഖാക ബിമാ യക്റഹു, പിന്നെ ഖീല അഫറഅയ്ത ഇൻ കാന ഫി അഖീ മാ അഖൂൽ. നബി പറയാണ്, നിന്റെ സഹോദരൻ്റെ അസാന്നിധ്യത്തിൽ അവൻ വെറുക്കുന്ന കാര്യങ്ങൾ പറയലാണ്. അപ്പം അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവരിൽ ഉള്ളതാണെങ്കിലും ശരി, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിലും ശരി, അവരുടെ അസാന്നിധ്യത്തിൽ പറയാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നോമ്പിനെ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇത്തരം ഗീബത്തുകൾ പറഞ്ഞ്, കളവ് പറഞ്ഞ്, പരദൂഷണം പറഞ്ഞ്, വെറുപ്പ് മനസ്സിൽ കൊണ്ടു നടന്ന് നോമ്പിനെ എന്ത് ചെയ്യാൻ പാടില്ല? നഷ്ടപ്പെടുത്താൻ പാടില്ല. തെളിഞ്ഞ മനസ്സോടെ നമ്മൾ എന്ത് ചെയ്യണം? നോമ്പിനെ സ്വീകരിക്കും. നോമ്പിൻ്റെ ലക്ഷ്യം എന്താ? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുക എന്നുള്ളതാണ് അല്ലെ. മുത്തഖികളായ ആളുകൾക്ക് വേണ്ടിയാണ് സ്വർഗം തയ്യാറാക്കപ്പെട്ടത്. ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി സ്വർഗം തയ്യാറാക്കപ്പെട്ട. ആരാ മുത്തഖീങ്ങളായ ആളുകൾ? അവർ മനസ്സിൽ പകല്ലാത്ത ആൾക്കാരാണ്, വെറുപ്പില്ലാത്ത ആൾക്കാരാണ്, കളവ് പറയാത്ത ആൾക്കാരാണ്, അസൂയല്ലാത്ത ആൾക്കാരാണ്, നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണ്, തെളിഞ്ഞ മനസ്സിൻ്റെ ഉടമകളാണ്. ആ നേട്ടമാണ് നോമ്പിലൂടെ വിശ്വാസികളായ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ നേടിയെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരാളോട് നമുക്ക് എന്തുണ്ടാക്കാൻ പാടില്ല? പകയും വെറുപ്പുണ്ടാക്കാൻ പാടില്ല. പിണങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ, തെറ്റി നിൽക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ആ പിണക്കങ്ങളൊക്കെ അവസാനിപ്പിക്കണം. നമ്മൾ റമദാനിലേക്കാണ് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും നല്ല ബന്ധമുണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്ര കാലം നമ്മൾ ജീവിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. പിണങ്ങിയും ദേഷ്യവും വെറുപ്പുമായി ജീവിച്ച് മരിച്ചു പോകുക എന്നുള്ളത് വലിയ പാപമാണ്, വലിയ കുറ്റമാണ്. കുടുംബങ്ങളിൽ ഭർത്താവുമായി പിണങ്ങിക്കഴിയുന്ന ഭാര്യമാരുണ്ട് അല്ലെ, ഭാര്യമാരോട് അവരോട് സംസാരിക്കാത്ത, അവരെ ശ്രദ്ധിക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. മക്കളുമായി അകന്നു കഴിയുന്ന മാതാപിതാക്കളുണ്ട്, മാതാപിതാക്കളെ പരിഗണിക്കാത്ത മക്കളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ജ്യേഷ്ഠനും മനുഷ്യനുമൊക്കെ ബന്ധമില്ലാതെ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. വർഷങ്ങളോളം സഹോദരങ്ങളുമായി ബന്ധമില്ലാത്ത ആൾക്കാരുണ്ട്, കുടുംബങ്ങളുമായി സംസാരിക്കാത്ത ആൾക്കാരുണ്ട്. അതൊക്കെ ഒന്ന് ഇണക്കി ചേർക്കാൻ, അതൊക്കെ ഒന്ന് ആ ബന്ധങ്ങളെയൊക്കെ ഒന്ന് നന്നാക്കിയെടുക്കാൻ എന്ത് ചെയ്യണം? വിശ്വാസികളായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അതിലൂടെയാണ് നമുക്ക് പരലോകത്ത് വിജയം ഉണ്ടാകുക. പിണങ്ങിക്കഴിയുന്നതിലല്ല, വെറുപ്പ് വെക്കുന്നതിലല്ല, വിദ്വേഷം വെക്കുന്നതിലല്ല, പകയും വെറുപ്പുമായി ജീവിക്കുന്നതിലല്ല ഹൈറുള്ളത്, നന്മയുള്ളത് തെളിഞ്ഞ മനസ്സോടെ ജീവിക്കുന്നതിലാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഈ റമദാനിൻ്റെ ഈ സന്ദർഭത്തിൽ, തുടക്ക സന്ദർഭത്തിൽ തന്നെ, റമദാനിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ റമദാനിൽ എന്ത് ചെയ്യണം? സുന്നത്തുകളെ ജീവിപ്പിക്കുന്ന ആൾക്കാരാകണം നമ്മൾ. സുന്നത്തുകളെ ജീവിപ്പിക്കുന്ന ആൾക്കാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 100 കണക്കിന് സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാനുണ്ട്. 100 കണക്കിന് സുന്നത്തുകൾ. അതിൽ പലതും സുന്നത്തല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവഗണിക്കും. അങ്ങനെ സുന്നത്തുകളെ അവഗണിക്കുന്ന ആളുകളാകാൻ പാടില്ല നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് സുന്നത്തുകൾ ചെയ്യുന്ന മേഖലയിൽ ഗൗരവമായി ശ്രദ്ധിച്ച ആൾക്കാരാണ്. നബിയൊക്കെ നിസ്കരിക്കുമ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് അഴിച്ചു വെച്ചു. നിസ്കാരത്തിൽ
ചെരുപ്പിട്ട് പുറത്ത് നിസ്കരിക്കുക. പള്ളിയിൽ നിന്ന് അവർ നിസ്കരിച്ചിട്ടുണ്ട്. അത് ഇന്ന് നമ്മളെ പള്ളിക്ക് ചെരുപ്പിട്ടൊന്നും കയറാൻ പറ്റില്ല. നമ്മളെ പള്ളിയൊക്കെ വൃത്തിയോടുകൂടെ വളരെ ഭംഗിയായി സൂക്ഷിക്കുന്നതാണ്. അതിലൊരാൾ ചെരുപ്പിട്ട് കയറിയാൽ പല നജസ്സുകൾ ഉണ്ടാകും. ആ കാലഘട്ടത്തിൽ അവർ ചെരുപ്പിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. അപ്പം നബി നമസ്കാരത്തിൽ ചെരുപ്പഴിച്ചു വെച്ചു. അത് കണ്ട സ്വഹാബികളൊക്കെ ചെരുപ്പഴിച്ചു വെച്ചു. അപ്പം നബി നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല നിങ്ങളെന്തിനാ ചെരുപ്പഴിച്ചു വെച്ചത്? അപ്പം അവർ പറഞ്ഞു, നബിയെ നിങ്ങൾ ചെരുപ്പഴിക്കുന്നത് ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞങ്ങൾ ചെരുപ്പഴിച്ചു വെച്ചത്. ഞങ്ങൾ വിചാരിച്ചെന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ഇറങ്ങിയിട്ടുണ്ടാകും ചെരുപ്പ് ധരിച്ച് നിസ്കരിക്കാൻ പാടില്ല എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ചെരുപ്പിൽ നജസ് ഉണ്ട് എന്ന് ജിബ്രീൽ വന്ന് എന്നെ അറിയിച്ചു, അതുകൊണ്ടാണ് ഞാൻ അഴിച്ചു വെച്ചത്. നോക്കൂ, നിങ്ങൾ പ്രവാചക തിരുമേനി ഒരു കാര്യം ചെയ്യുന്നത് കണ്ടപ്പോൾ അത് ചെയ്യാൻ അവർ മത്സരിക്കായിരുന്നു. മനസ്സിലായി? അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് സുന്നത്ത് പ്രാവർത്തികമാക്കുന്ന മേഖലയിൽ വലിയ ശ്രദ്ധ കാണിച്ച ആൾക്കാരാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തന്നെ പള്ളിയിലേക്ക് വരികയാണ്. നബി ഇങ്ങനെ ഖുതുബ പറയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറെന്ന് പറഞ്ഞു, ഈ ജിലിസു, നിങ്ങൾ ഇരിക്കണം എന്ന് പറഞ്ഞു. നബി ഒരു വിഷയം പറയും, അതിൻ്റെ ഭാഗമായി പറഞ്ഞതാണ്. പക്ഷെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അത് കേട്ടപ്പോൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. കാരണം നബിൻ്റെ കൽപ്പനയാണ്, അവിടെ ഇരിക്കുകയാണ്. അപ്പം നബി അത് കണ്ടു. അപ്പം നബി അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്, താൽ ഇങ്ങോട്ട് വരൂ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഇങ്ങോട്ട് മുന്നോട്ട് വന്ന് ഇവിടെ വന്നിരിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെയായിരുന്നു അവർ സുന്നത്തുകളെ സമീപിച്ചത്. അതുകൊണ്ട് സുന്നത്തുകൾ തകരുന്ന, സുന്നത്തുകളെ ആളുകൾ അവഗണിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് നമ്മൾ ആരാകണം? നമ്മുടെ സുന്നത്തുകളെ ജീവിപ്പിക്കുന്ന ആൾക്കാരാകണം. സുന്നത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അതിനൊരു തൗഫീഖ് വേണം നമുക്ക്. നമ്മൾ ഇന്നത്തെ ദിവസം എടുത്തു നോക്കിയാൽ മതി ഏതൊക്കെ സുന്നത്തുകൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരുപാട് സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം നമ്മൾ. അപ്പോൾ നോമ്പിൽ പ്രത്യേകം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച അത്താഴം, അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഫസ്ലു മാ ബൈന സിയാമിന വസിയാമി അഹ്ലിൽ കിതാബി അകലത്തുസ് സഹർ, നമ്മുടെയും അതേപോലെ തന്നെ വേദക്കാരുടെയും നോമ്പിൻ്റെ ഇടയിലുള്ള അന്തരം എന്ന് പറയുന്നത് എന്താ? അത് അത്താഴം കഴിക്കലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത്താഴം കഴിക്കണം. പ്രവാചകൻ പറഞ്ഞു, അൽ ബറക്കത്തു ഫി സലാസത്തിൻ, 3 കാര്യങ്ങളിലാണ് ബറക്കത്ത്. ഫിൽ ജമാഅ, ജമാഅത്തിൽ, സംഘത്തിൽ, ഒറ്റക്ക് നിൽക്കാൻ പാടില്ല. നമ്മളൊരു കൂട്ടായ്മയുടെ കൂടെ നിൽക്കണം, ഒരു കൂട്ടം ആളുകളുടെ കൂടെ നിൽക്കണം. ജമാഅത്തിൽ ബർക്കത്തുണ്ട്. ഒറ്റക്ക് നിൽക്കുന്നയാളെയാണ് ചെന്നായ പിടികൂടുക എന്നൊക്കെ പ്രവാചക തിരുമേനി ഉപമയിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സത്യം പറയുന്ന ആളുകൾ ആരാണ് എന്ന് കണ്ടെത്തി അവരുടെ കൂടെ കൂടണം. അതേപോലെ തന്നെ തെരീദ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകമായ ഭക്ഷണമാണ്. അതേപോലെ തന്നെ വസ്സഹൂർ, അത്താഴം, അത്താഴത്തിൽ എന്തുണ്ട്? ബറക്കത്തുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അത്താഴം നമ്മൾ കഴിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ തസഹറു ഫഇന്ന ഫിസ്സഹൂരി ബറക, അത്താഴം നിങ്ങൾ കഴിക്കണം, അത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വഹാബികൾ അത്താഴം കഴിച്ചാൽ ബാങ്ക് കൊടുക്കാൻ 50 ആയത്ത്, ബാങ്ക് കൊടുക്കുന്നതിൻ്റെയും അത്താഴത്തിൻ്റെയും ഇടയിൽ 50 ആയത്ത് പാരായണം ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നു എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്താഴം കഴിക്കുക എന്നുള്ളത് എന്താ? സുന്നത്താണ്, പ്രബലമായ സുന്നത്താണ്. ഏറ്റവും നല്ല അത്താഴം ഏതാ? നിഅമ സഹൂറുൽ മുഅ്മിനി അത്തംർ, തമ്ര കഴിക്കുക, ഈത്തപ്പഴം കഴിക്കുക എന്നുള്ളത് എന്താ? അത്താഴത്തിൻ്റെ സമയത്ത് ഈത്തപ്പഴം കഴിക്കൽ പ്രത്യേകം സുന്നത്താണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും. അപ്പോൾ സാധ്യമാകുന്ന ആളുകൾ ആ സുന്നത്ത് എന്ത് ചെയ്യണം? പ്രാവർത്തികമാക്കണം. ഇന്നൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമാണ്, ഈത്തപ്പഴക്ക് നമ്മുടെ നാട്ടിൽ സുലഭമാണ് അല്ലേ? അതുകൊണ്ട് ആ സുന്നത്ത് പ്രാവർത്തികമാക്കാനുള്ള ശ്രമം എന്ത് ചെയ്യണം? നമ്മൾ നടത്തണം. അത്താഴം പിന്തിപ്പിക്കുക, ഞാൻ പറഞ്ഞു 50 ആയത്ത് ഓതുന്ന സമയം എന്ത് ചെയ്യണം? ആ ഒരു സമയത്തേക്ക് പിന്തിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് സുന്നത്താണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നോമ്പ് തുറക്കാൻ എന്ത് ചെയ്യണം? ധൃതി കാട്ടണം. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് അമ്പിയാക്കളുടെ സ്വഭാവമാണെന്ന്. സലാസുൻ മിൻ അഖ്ലാഖിൽ മുർസലീൻ, 3 കാര്യങ്ങൾ അമ്പിയാക്കളുടെ സ്വഭാവത്തിൽപ്പെട്ടതാ. തഅജീലുൽ ഇഫ്താർ, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കും. വതഖീറുസ് സുഹൂർ, അത്താഴ സമയം പിന്തിക്കും. വസ്സിവാക്ക്, പല്ല് തേക്കുക. ഇത് 3 അമ്പിയാക്കളുടെ ഉത്കൃഷ്ടമായ സ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ലാ യസാലുൻ നാസു ബി ഖൈരിൻ മാ അജ്ജലു അൽ ഫിത്ർ, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം കാലം ഈ ഉമ്മത്ത് നന്മയിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നോമ്പ് തുറക്കേണ്ടത് എങ്ങനെയാ? നോമ്പ് തുറക്കേണ്ടത് തമ്ര ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലേ? ഈത്തപ്പഴം ഉപയോഗിച്ച്, അല്ലെങ്കിൽ പിന്നെ വെള്ളം ഉപയോഗിക്കാം, ലഭ്യമല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാം. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്.
നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന ഉണ്ട് അല്ലേ? അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. അത് സ്വഹീഹല്ല. സ്വഹീഹായ പ്രാർത്ഥന ഏതാ? ദഹബൽ ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ദഹബൽ ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. തൊണ്ടയൊക്കെ നനഞ്ഞു അല്ലേ? തൊണ്ടയൊക്കെ നനഞ്ഞു. നമ്മൾ നോമ്പിലായിരുന്നു. അതേപോലെ തന്നെ പ്രതിഫലം സ്ഥിരപ്പെട്ടു അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ, നാടിയും ഞരമ്പൊക്കെ നനഞ്ഞു, പ്രതിഫലം സ്ഥിരപ്പെട്ടു അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? നോമ്പ് തുറക്കേണ്ടത്. നോമ്പ് തുറന്നാൽ ഉടനെ എന്ത് ചെയ്യണം? അത് പ്രാർത്ഥിക്കണം. അത് പ്രത്യേകം സുന്നത്താണ്. ഇങ്ങനെ നോമ്പിൻ്റെ സമയത്ത് ഒരുപാട് സുന്നത്തുകളുണ്ട്. വേറെ ആൾ നോമ്പ് തുറപ്പിക്കുക, അത് വലിയ സുന്നത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫത്തറ സായിമൻ കാന ലഹു മിത്ലു അജ്രിഹി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സായിമി ഷൈആ. മറ്റൊരാളെ നോമ്പ് തുറപ്പിച്ചാൽ അയാളുടെ പ്രതിഫലം ഒന്നും കുറയാതെ അത്ര തന്നെ കൂലി എന്ത് ചെയ്യും? നമുക്കും കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ വേറെ ഇപ്പം നമ്മൾ റമദാനിൽ നമ്മൾ 30 നോമ്പ് വെക്കും. അപ്പോൾ റമദാനിൽ 30 നോമ്പിൻ്റെ കൂടെ വേറൊരു 30 നോമ്പിൻ്റെ കൂലിയും കൂടെ കിട്ടും. എങ്ങനെ? 30 ആളെയും കൂടി നോമ്പ് തുറപ്പിച്ചാൽ മതി. 30 പേരെ കൂടെ നോമ്പ് തുറപ്പിച്ചാൽ ആ പുണ്യം ചെയ്യാൻ പറ്റും, നമുക്ക് ലഭിക്കും. മനസ്സിലായില്ലേ? അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. മഹാനായ ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മൻ ഫത്തറ സായിമൻ ഫലഹു അജ്റു സായിമിൻ ഫജ്തഹിദ അൻ തസൂമ റമദാന 60 യൗമൻ. എന്താ അദ്ദേഹം പറയുന്നത്? ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പുകാരൻ്റെ പോലത്തെ പ്രതിഫലം അവനുണ്ട്. അതിനാൽ റമദാനിൽ 60 ദിവസം നോമ്പെടുക്കുന്നതിനായി നീ പരിശ്രമിക്കുക. 30 ദിവസം നിന്റെ നോമ്പ്, 30 നോമ്പ് വേറൊരാളുടെ നോമ്പ്. അയാളെ നോമ്പ് തുറപ്പിച്ച് അവരുടെ നോമ്പിൻ്റെ കൂലി കൂടെ അവർക്ക് നഷ്ടമാകാതെ നമ്മൾ നേടിയെടുക്കുക. ഇങ്ങനെയാണ് റമദാനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉപയോഗപ്പെടുത്തേണ്ടത്. മഹാനായ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, റമദാനിൽ ഒരാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണങ്ങൾ ധാരാളമുണ്ട്. അതിലൊന്നെന്താ? നോമ്പ് തുറപ്പിക്കുക എന്നത് അതിൽപ്പെട്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എത്ര പേരെ നോമ്പ് തുറപ്പിക്കാൻ സാധിക്കുമെന്നത് പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഇപ്പം തന്നെ എന്ത് ചെയ്യണം? ചെയ്തു തുടങ്ങണം. ഈ റമദാനിലെ എത്ര ആൾക്കാരെ നമുക്ക് നോമ്പ് തുറപ്പിക്കാൻ പറ്റും? നമ്മൾ ആലോചിക്കുക. എന്നിട്ട് ആ മേഖലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ ചെയ്യുക. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഒരു ഫലപ്രദമാക്കാൻ, നോമ്പിനെ ഫലപ്രദമാക്കാനുള്ള പരിശ്രമം എന്ത് ചെയ്യണം? നമ്മുടെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടാകണം. ദന്തശുദ്ധി വരുത്തുക. ദന്തശുദ്ധി വരുത്തുക എന്നുള്ളത് നോമ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ജീവിതത്തിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമായിക്കൊണ്ട് പറഞ്ഞ കാര്യമാണ് അസ്സിവാഖു മത്ഹറത്തുൻ ലിൽ ഫം മർദാത്തുൻ ലിറബ്ബ്. അത് നമ്മുടെ വായ്ക്ക് ശുദ്ധിയാണ്, അതോടൊപ്പം തന്നെ അള്ളാഹ്ക്ക് തൃപ്തിയുള്ള കാര്യമാണെന്നാണ്. നോമ്പുകാരൻ പല്ലേക്കാൻ പാടില്ല എന്നല്ല, നോമ്പുകാരൻ പല്ല് തേക്കണം. നമസ്കാരത്തിന് മുമ്പ് പല്ല് തേക്കുക, വുദൂവിൻ്റെ മുമ്പ് പല്ല് തേക്കുക. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളാണ്, ഹദീത്തുകളിൽ വന്ന കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ധാരാളം സുന്നത്ത്. ഇപ്പം രാത്രി നമസ്കാരം റമദാനിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റമദാനിൽ മാത്രമല്ല രാത്രി നിസ്കാരം ഉള്ളത്, എല്ലാ സമയത്തും നിസ്കരിക്കാം. മക്കാന യസീദു ഫി റമദാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അ. റമദാനിലും അല്ലാത്ത കാലഘട്ടങ്ങളിലും നബി 11 നിസ്കരിച്ചിട്ടുണ്ട്. റമദാനിലെ രാത്രി നമസ്കാരം എത്ര റക്അത്താണ്? പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചകളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏറ്റവും ശരിയായത്, ഏറ്റവും അഫ്ളലായത് ഏതാ? 11 റക്അത്താണ്. അതിൽ സംശയം. നബി അതാണ് നിസ്കരിച്ചത്. അതുകൊണ്ട് ആ നിസ്കാരം തന്നെ നമ്മൾ നിർവഹിക്കണം. അത് തന്നെ ഇമാമിൻ്റെ കൂടെ ആദ്യം മുതൽ അവസാനം വരെ നിർവഹിച്ചാലോ? ഇമാമിൻ്റെ കൂടെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ നിർവഹിച്ചാൽ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച കൂലി നമുക്ക് കിട്ടും. രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ച പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം എന്ത് ചെയ്യണം? ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ആ വലിയ പുണ്യം നേടിയെടുക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയ കാര്യം എന്താ? വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റമദാൻ നമുക്ക് പ്രത്യേകമായ പ്ലാൻ ഉണ്ടാകണം, പ്രത്യേകമായ ശ്രദ്ധകൾ ഉണ്ടാകണം. 5 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മുറാജയാണ്. ഹിഫ്ളാക്കിയ ആൾക്കാരാണ്, ഖുർആനൊക്കെ പഠിച്ച ആൾക്കാർ. അവരെന്ത് ചെയ്യണം? അതൊക്കെ ഒന്നുകൂടെ പൊടി തട്ടിയെടുക്കണം. മറന്നതൊക്കെ ഒന്നും കൂടെ തിരിച്ചെടുക്കാനുള്ള ശ്രമം ഉണ്ടാകണം. അതിനെ മുറാജ എന്ന് പറയാം. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഇൽമു തജ്വീദ്, ഖുർആനിലെ തജ്വീദിൻ്റെ നിയമങ്ങൾ പഠിക്കണം. തജ്വീദിൻ്റെ നിയമങ്ങൾ പഠിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. ഒന്ന് വിചാരിച്ചാൽ നടക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? നിങ്ങൾ ഏറ്റവും ഭംഗിയിൽ ഖുർആൻ ഓതണം എന്നാ. മണിച്ചോതാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാ. നമുക്ക് എത്ര തജ്വീദിൻ്റെ നിയമം അറിയും? ഇപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന കുറേ ആൾക്കാരുണ്ടാകുമല്ലോ. ഒന്ന് ചോദിച്ചു നോക്കി, നമ്മളോട് തന്നെ സ്വന്തം മനസ്സിനോട് ചോദിച്ചു, ഏതൊക്കെ നിയമങ്ങൾ നമുക്കറിയാം?
അള്ളാന്റെ കലാമായ ഖുർആൻ അവതീർണമായ മാസമാണ് റമദാൻ മാസം. ആ ഖുർആൻ ഏറ്റവും നന്നായി ഓതണം എന്നാണ് നബി പറഞ്ഞത്. നമ്മൾ ഓതുന്ന ആൾക്കാരാണ്, പക്ഷേ അതിൻ്റെ തജ്വീദിന്റെ നിയമങ്ങൾ അത് നമുക്കറിയില്ല. അപ്പം അത് പഠിക്കണ്ടേ? അത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ഈ റമദാനിലെ എല്ലാ ദിവസവും ഒരു നിയമം പഠിച്ചാൽ മതി. ഒരു നിയമം നമ്മൾ പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാൻ അവസാനിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പിന്നെ 30 നിയമങ്ങളും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. 30 തജ്വീദിന്റെ നിയമങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഒരു ദിവസം ഒറ്റ നിയമം പഠിച്ചാൽ മതി. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ളൊരു പദ്ധതി നമ്മൾ ഉണ്ടാക്കണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ആലോചിക്കുന്നുണ്ട്. നമ്മുടെ ഈ പഠന ക്ലാസിന്റെ ഗ്രൂപ്പുകളിലൂടെ എല്ലാ ദിവസവും ഒരു നിയമം പഠിപ്പിക്കാൻ പറ്റുന്നൊരു അവസരമുണ്ടോ എന്നുള്ളത്, അതിനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. റബ്ബ് തൗഫീഖ് നൽകുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം? അത്തരമൊരു ശ്രമം നമുക്ക് നടത്താം. നമ്മുടെ പഠന ക്ലാസ്സിൽ കൂടെ തന്നെ നമുക്കത് നടത്താം. എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകളിൽ, ഈ ക്ലാസ് കേൾക്കുന്ന ആളുകളിൽ നന്നായി തജ്വീദ് അറിയുന്ന, തജ്വീദ് ഒരു ദിവസം ഒരു നിയമം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്ത്രീകളല്ല പുരുഷന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഞാനുമായി കോൺടാക്ട് ചെയ്യുക. അത് പഠിപ്പിക്കാനുള്ള അവസരമുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ, അല്ലേ? അല്ലെങ്കിൽ വേറെ ആളുകൾക്ക് അതിനെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നിർദ്ദേശിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് പറയാം. നിങ്ങൾക്ക് നിർദ്ദേശിക്കാം, ഇന്നയാളതിന് ഏറ്റവും ഏബിളാണ്, പറ്റുന്ന ആളാണ്. വ്യക്തിപരമായി കുറേ തടസ്സങ്ങളുണ്ടാകും അത്തരം ക്ലാസ്സുകൾ എടുക്കാൻ, പല തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതിനനുയോജ്യമായ ആളുകൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, ലഭിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എല്ലാ ദിവസവും ഒരു തജ്വീദിന്റെ നിയമം പഠിക്കാം. അപ്പോൾ റമദാൻ കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 30 നിയമങ്ങൾ 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റൊക്കെ മാറ്റി വെച്ചാൽ മതി. അത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും നമ്മുടെ ജീവിതത്തിൽ. ഖുർആന്റെ നിയമങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അഹ്കാമു തജ്വീദ് എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കുമെന്നൊരു തീരുമാനം എടുക്കണം. അതേപോലെ തന്നെ ഹിഫ്ളുൽ ഖുർആൻ, ഹിഫ്ളാക്കണം കുറച്ചൊക്കെ ഖുർആൻ, അല്ലേ? നമുക്ക് കുറേ ഹിഫ്ള് ഉണ്ടാകും. ഈ റമദാനിൽ പുതിയ കുറച്ച് ആയത്ത് കൂടെ പഠിക്കണം നമ്മൾ, പുതിയ കുറച്ച് ആയത്തും കൂടെ, ഇതുവരെ അറിയാത്ത കുറച്ച് പുതിയ ഹിഫ്ള്. നാളെ സ്വർഗത്തിൽ നമ്മുടെ സ്ഥാനം എങ്ങനെ തീരുമാനിക്കുക? നമ്മുടെ ഹിഫ്ളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, ഹിഫ്ളിനെ ബേസ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഹിഫ്ളാക്കണം. അപ്പം ഹിഫ്ളാക്കാൻ എന്ത് ചെയ്യണം? ഈ റമദാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒരു ദിവസം ഒരായത്ത് പഠിച്ച 30 ആയത്ത് പഠിച്ചൂടെ? ഒരായത്ത് പഠിച്ച 30 ആയത്ത്, 2 ആയത്ത് പഠിച്ച 60 ആയത്ത് പഠിക്കാം. 30 ആയത്തുള്ള സൂറത്തുകളുണ്ട് ഖുർആനിൽ, 60 ആയത്തുള്ള സൂറത്തുകളുണ്ട് ഖുർആനിൽ. ഒന്ന് നോക്കൂ നിങ്ങൾ, ഖുർആൻ തുറന്നു നോക്കൂ, ഏത് സൂറത്ത് നമ്മൾ പഠിക്കാൻ തീരുമാനിക്കും. എന്നിട്ടൊന്ന് പഠിച്ചു നോക്കൂ നിങ്ങൾ. ഭാര്യ ഭർത്താവിനും, ഭർത്താവ് ഭാര്യക്കൊക്കെ ഒന്ന് പഠിച്ചതൊക്കെ ഒന്ന് ഓതിക്കൊടുത്താൽ, ഈ മക്കൾക്ക് ഓതിക്കൊടുത്ത്, മക്കൾ മാതാപിതാക്കൾക്ക് ഓതിക്കൊടുത്ത്, അങ്ങനെ ഒരു ഖുർആൻ പഠിക്കുന്ന ഒരു വീടാക്കി, ഖുർആനുമായി ബന്ധമുള്ളൊരു വീടാക്കി നമ്മുടെ വീടിനെ മാറ്റാൻ ശ്രമിച്ചു നോക്കൂ നിങ്ങൾ. അതിൽ ബറക്കത്തുണ്ടാകും. അപ്പം ഹിഫ്ളാക്കുന്ന മേഖല എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ തദബ്ബുർ ഉണ്ടാകണം. തദബ്ബുറുൽ ഖുർആൻ, ഖുർആനിലെ ആശയങ്ങൾ നമ്മൾ പഠിക്കണം. ഖുർആന്റെ തഫ്സീർ നമ്മൾ പഠിക്കണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ എത്ര കാലമായി വിശുദ്ധ ഖുർആന്റെ തഫ്സീർ പഠിക്കാൻ തുടങ്ങിയിട്ട്. റബ്ബ് നമുക്കത് നിലനിർത്താനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ, അല്ലേ? 5 ജുസ് ഏകദേശം നമ്മളിത് കഴിയാനായി. സമയമെടുത്താണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. കുറച്ചൊക്കെ തിരക്കുകളുടെ ഇടയിൽ സമയമെടുത്താണെങ്കിൽ നമ്മളത് തുടർച്ചയായി നമ്മൾ തുടരുന്നുണ്ട്. ചില ദിവസങ്ങൾ നമുക്ക് നഷ്ടമാകുന്നുണ്ടെങ്കിലും നമ്മളത് ഒഴിവാക്കിയിട്ടില്ല. ഇനിയും നമ്മൾ തുടരും ഇൻഷാ അല്ലാഹ്. ഈ റമദാനിലും ആ ഒരു ക്ലാസ്, ഖുർആന്റെ ക്ലാസ് തുടരണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പം ഖുർആനിൻ്റെ പഠനം എന്ത് ചെയ്യരുത്? അതിൻ്റെ ആശയം പഠിക്കുന്ന അവസ്ഥ നമ്മൾ നിലനിർത്തണം. ഖുർആന്റെ ആശയം പഠിക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ റമദാനിൽ എന്ത് ചെയ്യണം? അത്തരമൊരു ചിന്ത നമുക്ക് ഉണ്ടാകണം. അതേപോലെ തന്നെ ഖുർആൻ പാരായണം, അത് നമ്മളെല്ലാവരും ഓതാറുണ്ട്. എല്ലാ റമദാനിലും ഒരു വട്ടം ഓതുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും. അതൊന്ന് 2 ആക്കണം നമ്മൾ, അല്ലെങ്കിൽ 3 ആക്കണം നമ്മൾ, അല്ലെങ്കിൽ 4 ആക്കണം. അങ്ങനെ അതിലൊരു വർധനവ് വരുത്താൻ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നുള്ളത് വലിയ പുണ്യമാണ്, വലിയ നന്മയാണ്. അതുകൊണ്ട് ഈ റമദാനിനെ ആ രീതിയിൽ ഫലപ്രദമാക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ദാനധർമ്മങ്ങളുടെ മാസമാണ് റമദാൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ കൃത്യമായൊരു പ്ലാൻ നമുക്ക് ഉണ്ടാകണം. ദാനധർമ്മങ്ങളുടെ മേഖലയിൽ കൃത്യമായ പ്ലാൻ ഉണ്ടാകണം. നമ്മൾ കൊടുക്കുന്ന പണം അത് ശരിയായി ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ കൈകളിൽ എത്തിക്കണം, ശരിയായി ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരുടെ കൈകളിൽ എത്തിക്കണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഈ കൊടുക്കുന്നത് എന്തിനാണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക. അതവർ ഉപയോഗിക്കുമോ? എന്തിനാ ഉപയോഗിക്കുക? അതൊക്കെ അറിയുന്ന ആളുകളോട് ചോദിച്ച് വേണ്ട രീതിയിൽ, അഥവാ പരലോകത്ത് നമുക്ക് അസറായി, അടയാളമായി ബാക്കിയാകുന്ന ദാനധർമ്മങ്ങളാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ്. ഒരുപാട് മേഖലയുണ്ട് ദാനധർമ്മങ്ങളുടെ മേഖലയിൽ. അപ്പം നമുക്കെന്ത് ചെയ്യാം? ആവശ്യമുള്ള ആളുകൾക്ക് ഒരു മാസത്തെ റേഷൻ കൊടുക്കാം. റമദാനിലെ 30 ദിവസത്തേക്കുള്ള ഭക്ഷണം ഒരാൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വാങ്ങിക്കൊടുത്താൽ 1 സ്വതക്കയായി 2 വരെ നോമ്പ് തുറപ്പിച്ച കൂലിയും കിട്ടി.
മനസ്സിലായില്ലേ? അത് വലിയ പുണ്യമാണ്. ഈദ് കിസ്വ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. പെരുന്നാളിന് വസ്ത്രം വാങ്ങാൻ കഴിയാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യുക? വസ്ത്രം വാങ്ങിക്കൊടുക്കുക. നമ്മുടെ നാട്ടിലെ ഒരു വിദ്യാർത്ഥി വിഭാഗം വളരെ ഭംഗിയായി വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ്. എത്ര ഭംഗിയായിക്കൊണ്ട് അവർ ചെയ്തറിയോ? ആ കുട്ടികളുടെയോ കുടുംബത്തിൻ്റെയോ അഭിമാനത്തിനൊരു ക്ഷതവുമേൽക്കാതെ അവരുടെ ഫോട്ടോ ഉണ്ടാകില്ല, ഒന്നും ഉണ്ടാകില്ല. ആരാണോ അർഹരായ ആളുകൾ, ആ ആളുകൾക്ക് എന്ത് ചെയ്യും? അവർക്കൊരു ടെക്സ്റ്റൈൽസ് പറഞ്ഞു കൊടുക്കും. ആ ടെക്സ്റ്റൈൽസിലേക്ക് അവർക്ക് പോകാം. അവിടെ പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം എന്ത് ചെയ്യുക? അവർക്ക് ഇവിടുന്ന് തിരഞ്ഞെടുക്കാം. അതിന് അർഹത ഉണ്ട്, അതിന് അവസരമുണ്ട്. നമ്മൾ കൊടുക്കുന്ന പണം കൊണ്ട് ഒരാളുടെയും അഭിമാനം വ്രണപ്പെടാതെ, ഒരു പ്രയാസമല്ലാതെ അവരുടെ മക്കൾക്ക് ഏറ്റവും നല്ല വസ്ത്രം പെരുന്നാൾ വാങ്ങാൻ പറ്റും. അപ്പം അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുമായി സഹകരിക്കേണ്ട സമയമാണ്. റമദാനിൽ എന്ത് ചെയ്യുക? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സംവിധാനവുമായി സഹകരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ യത്തീമായ മക്കളുണ്ട്, യത്തീം കുട്ടികളുണ്ട്. അവർക്ക് എന്ത് ചെയ്യണം? അവരെ ഏറ്റെടുക്കാൻ അവർക്ക് ഭക്ഷണം ആവശ്യമുണ്ട്, വസ്ത്രം ആവശ്യമുണ്ട്, മറ്റുള്ള സൗകര്യങ്ങൾ. അതൊക്കെ എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ എല്ലാം ചെയ്യാൻ നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല. നമ്മുടെ സമ്പത്തിൻ്റെ പരിധിയിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് അതിൽ ഇടപെടാൻ പറ്റുക? അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അതിലെന്ത് ചെയ്യണം? കൃത്യമായ ഇടപെടലുകൾ എന്ത് ചെയ്യണം? നമ്മൾ നടത്തേണ്ടതുണ്ട്. രോഗികളുടെ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം. ഡയാലിസിന് വിധേയരായ രോഗികളുണ്ടാവും, അല്ലേ? ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിരന്തരം എന്ത് വേദന അവരനുഭവിക്കുന്നത്, എന്ത് പ്രയാസം അവരനുഭവിക്കുന്നത്. അത്തരം ആളുകളെ സന്ദർശിക്കാനും അവരുടെ പ്രയാസങ്ങൾ ഒപ്പിയെടുക്കാനും എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കരുണ പോലെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. IMB പോലെയുള്ള സംവിധാനങ്ങളുണ്ട്, അല്ലേ? ചെമ്മാടുള്ള കരുണ, അത് ഡയാലിസിസ് രോഗികളെ പരിചരിക്കുന്ന, അവർക്ക് ഫ്രീ ആയി മരുന്നും, അതേപോലെ തന്നെ മറ്റുള്ള ക്യാൻസർ രോഗികൾ, അവരെയൊക്കെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ്. അപ്പം അത്തരം സംവിധാനങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് സഹായിക്കാൻ പറ്റും. ഞാനിത് ഏതെങ്കിലും ഇന്നൊരു സ്ഥാപനത്തിലേക്ക് കൊടുക്കാനുള്ളൊരു പിരിവിൻ്റെ സംസാരമല്ല. ഞാൻ പറയുന്നത് റമദാനിനെ ഫലപ്രദമാക്കുന്ന മേഖലയിലെ ഒരു കാര്യമാണ് ദാനധർമ്മം. അതിൽ ഏറ്റവും നല്ലതേതാ? നമുക്കറിയുന്ന, നമുക്കുറപ്പുള്ള, നമുക്ക് പരലോകത്ത് കൂലി കിട്ടുമെന്ന് ഉറപ്പുള്ള കാര്യത്തിലേക്ക് എന്ത് ചെയ്യുക? നമ്മുടെ സമ്പത്തിനെ മാറ്റിവെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കിണറുണ്ടാക്കി കൊടുക്കാം, ഇല്ലേ? ആ മനുഷ്യന്മാർ കിണറിൽ നിന്ന് എത്ര കാലം വെള്ളം കുടിക്കും, അതിൻ്റെയൊക്കെ കൂലി നമുക്ക് കിട്ടും. ഇപ്പോൾ ഉത്തരേന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാട്ടിലുണ്ട് കിണറില്ലാത്ത എത്രയോ മനുഷ്യന്മാരുണ്ട്, കിണറില്ലാത്ത ആൾക്കാർ. അപ്പം നമ്മളോടൊക്കെ പല ആൾക്കാരും ചോദിക്കും, കിണറിന് വല്ല ഫണ്ടുണ്ടോ, കിണറിന് വല്ല കിണർ കുഴിച്ചിരുന്ന വല്ല ആൾക്കാരുണ്ടോ? അവർ 2, 3, 4 കുടുംബങ്ങൾക്ക് ഒരു കിണർ കുത്തി കൊടുത്താൽ അതിനവർ വെള്ളം കുടിക്കും. ഏറ്റവും വലിയ സ്വതക്കെന്താ? വെള്ളം കൊടുക്കലാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കാം. അതേപോലെ വീടുണ്ടാക്കാൻ പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട്, വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പം ഏത് മേഖലയിലാണോ നമുക്ക് ഇടപെടാൻ പറ്റുന്നത്, സഹായിക്കാം, അത് നമ്മൾ ചെയ്യണം. അതിൽ മറക്കാതെ ചെയ്യേണ്ട. പള്ളി ഉണ്ടാക്കാനുള്ള പൈസ കൊടുക്കുക, അതേപോലെ തന്നെ സ്ഥാപനങ്ങൾക്കുള്ള പൈസ കൊടുക്കുക, നമ്മുടെ മതസ്ഥാപനങ്ങൾ, അതൊക്കെ നിലനിൽക്കണം. ഇന്നത്തെ കാലഘട്ടം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം അപകടമാണ്, എന്തൊക്കെ പരീക്ഷണങ്ങളാണ്. നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്താണ്? നാളെ ഈ കുട്ടികൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാനും അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരേണ്ടതും ആരാ? വളർന്നു വരുന്ന മതം പഠിക്കുന്ന കുട്ടികളാണ്. അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പം ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാനൊരു സ്ഥാപനത്തിൽ പഠിച്ച ആളാണ്. ആ സ്ഥാപനത്തിലൊരു ഫീസും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് എന്നെ എൻ്റെ അധ്യാപകർ പഠിപ്പിച്ചു, ഒറ്റയ്ക്കിരുന്ന് വായിച്ചു പഠിച്ചു മനസ്സിലാക്കി. അതുകൊണ്ടല്ല നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പം ഏതൊരു സംസാരിക്കുന്നയാളുടെ പിന്നിലും ഒരു സ്ഥാപനം ഉണ്ടാകും, മനസ്സിലായില്ല? അതുകൊണ്ട് തന്നെ അത്തരം സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അവരെ നമുക്ക് പറ്റും. ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾക്ക് 10 റുപ്യാണ് അത് കൊടുത്താൽ മതി. ഓരോ ആളുകൾക്കും എന്താണ് കൊടുക്കാൻ പറ്റുക അത് നമ്മൾ നോക്കിയാൽ മതി. റമദാനിൻ്റെ അവസാനത്തെ 10 എല്ലാ ദിവസവും ചെറിയൊരു സംഖ്യയെങ്കിലും സ്വതക്ക ചെയ്യാൻ തീരുമാനിക്കുക. റമദാൻ്റെ അവസാനത്തെ 10 ഒരു ചെറിയ സംഖ്യയെങ്കിലും, ഒരു 10 രൂപ കൊടുത്താൽ മതി. ഒരു അവസാനത്തെ 10 ദിവസം 10 രൂപ വീതം മാറ്റി വെച്ചാൽ 100 രൂപയാകുള്ളൂ. അതിൽ ഒരു ദിവസം ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി ഉണ്ട്, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി. അപ്പം ആ 10 രൂപ നമ്മൾ കൊടുത്താൽ അന്ന് സംഭവിക്കണം എന്താ? ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ 1000 മാസങ്ങൾ, അതിനേക്കാൾ പുണ്യം, 1000 മാസം നിങ്ങൾ സ്വതക്ക കൊടുത്ത കൂലി കിട്ടും. എന്താ വേണ്ടത്? റമദാനിൻ്റെ എല്ലാ അവസാനത്തെ 10 എല്ലാ ദിവസവും ഒരു ചെറിയ സംഖ്യ, നമുക്ക് പറ്റുന്ന സംഖ്യ എന്ത് ചെയ്യുക? സ്വതക്ക കൊടുക്കുക. നമ്മുടെ നാട്ടിലെ പള്ളിയിലൊക്കെ ബോക്സ് ഉണ്ടാകും, ആരും കാണാതെ കൊണ്ടുപോയിട്ടാൽ മതി, അല്ലേ? ഇപ്പം ഗൂഗിൾ പേ സംവിധാനങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ, അർഹമായ ഒരു സ്ഥാപനത്തിൻ്റെ ഗൂഗിൾ പേ നമ്പർ വാങ്ങി എല്ലാ ദിവസവും മഗ്‌രിബ് കഴിഞ്ഞിട്ട് അതിലേക്ക് ഫോർവേഡ് ചെയ്താൽ മതി. ഇങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്മകൾ വാരിയെടുക്കാനുള്ള ഏറ്റവും നല്ല അവസരങ്ങളാണ്. ആ അവസരങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം.
അതുകൊണ്ട് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ സ്വതക്കയുടെ മേഖല നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മൾ സഹായിക്കണം. ദഅ്വാ പ്രവർത്തനങ്ങൾ ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ദഅ്വാ മേഖലയിൽ. അതിനെന്ത് ചെയ്യുക, നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ സഹായിക്കണം. ദഅ്വാ രംഗത്തുള്ള സാമ്പത്തികമായി ഇപ്പോൾ ഒരു സ്റ്റേജ് കെട്ടേണ്ടി വരും, ക്യാമറ വേണ്ടി വരും, അതേപോലെ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ വേണ്ടി വരും, എന്തൊക്കെ സൗകര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇടപെടണം. മനസ്സിലായില്ലേ? അപ്പോൾ ദഅ്വാ രംഗത്തുള്ള സഹായങ്ങൾ ആവശ്യമുള്ളത് ആരൊക്കെയാണ് എന്ന് അന്വേഷിക്കാനും അതിലൊക്കെ ഒരു കൂലിയിട്ട്. ഇപ്പോൾ ഒരു ക്ലാസ് റെക്കോർഡ് ചെയ്യപ്പെടുന്നു, നമ്മുടെ സുഹൃത്ത് ഒരാളുടെ ഖുത്ബ റെക്കോർഡ് ചെയ്യുന്നു, ആ ഖുത്ബ എന്ത് ചെയ്യുന്നു, ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുന്നു. അപ്പം നമ്മൾ വാങ്ങിക്കൊടുത്ത എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കൊടുത്ത ക്യാമറ ഉപയോഗിച്ച്, നമ്മൾ വാങ്ങിക്കൊടുത്ത എഡിറ്റ് ചെയ്യാനുള്ള കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ആ രീതിയിലാണ് അത് പുറത്തു വരുന്നത് എങ്കിൽ അതിൻ്റെയൊക്കെ നന്മ നമുക്ക് കിട്ടൂലേ? ഇപ്പോൾ 3 മില്യനും 2 മില്യനും പിന്നെ 1 മില്യനും ഒക്കെ ആളുകൾ കാണുന്ന വീഡിയോകളുണ്ട്, ചെറിയ ചെറിയ വീഡിയോകൾ. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തുണ്ട്? ഒരുപാട് ആളുകളുടെ സമ്പത്തുണ്ട്. ചിലപ്പോൾ ഒരാൾ പ്രസംഗിക്കും, അയാൾക്ക് ക്യാമറ വാങ്ങാനുള്ള പൈസ ഉണ്ടാവില്ല, അപ്പോൾ വേറൊരാൾ സപ്പോർട്ട് ചെയ്യും. എഡിറ്റ് ചെയ്യാൻ സൗകര്യമുള്ള ഒരു കുട്ടിയുണ്ട് എങ്കിൽ ആ കുട്ടിക്കൊരു ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കും, അപ്പം എന്ത് ചെയ്യും, അവൻ എഡിറ്റ് ചെയ്യും. അങ്ങനെ ഒരു കൂട്ടമായുള്ളൊരു ദഅ്വാ പ്രവർത്തനത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പല ദഅ്വത്തും നടക്കുന്നത്. അപ്പോൾ പീസ് റേഡിയോ എടുത്ത് നോക്കൂ നിങ്ങൾ, അനേകായിരം മനുഷ്യരുടെ മനസ്സറിഞ്ഞുള്ള സഹായം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതൊക്കെ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ദഅ്വാ രംഗത്ത് എന്ത് ചെയ്യണം, നമ്മൾ കഴിവിൻ്റെ പരമാവധി സഹായിക്കാൻ റമദാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ആരാധനകൾ, നമ്മുടെ ഇബാദത്തുകൾ നമ്മൾ ശ്രദ്ധിക്കണം. നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, അതേപോലെ തന്നെ ദിക്റുകളുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഇതിനൊക്കെ എന്ത് ചെയ്യണം, റമദാനിൽ നമ്മൾ പ്രത്യേകം പരിഗണന കൊടുക്കണം. റമദാൻ എന്ന് പറഞ്ഞാൽ പിന്നെ ആരാധനകൾ കൊണ്ട് ധന്യമാക്കേണ്ട മാസമാണ്. നിർബന്ധ നിസ്കാരം പിന്നെ ഒഴിവാക്കാൻ പാടില്ല, ഐച്ഛിക നിസ്കാരമുണ്ട് അല്ലേ? അതേപോലെ തന്നെ ദിക്റുകൾ ചൊല്ലാൻ, ദിക്റുകൾ പഠിക്കാനൊക്കെ എന്ത് ചെയ്യണം, പ്രത്യേകം നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഞാൻ ഈ റമദാനിൽ ഏത് രീതിയിലാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനെ ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് കുറേ ആയിട്ട് ആലോചിക്കുന്നുണ്ട്. റമദാനിൽ എന്ത് രീതിയിൽ എൻ്റെ വ്യക്തിപരമായി എൻ്റെ സമയം ഏത് രീതിയിൽ ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരാശയം, ഒന്ന് ദിക്റുകൾ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് നമുക്ക് തുടങ്ങാം റമദാനിൽ. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരാശയമാണ്. അല്ലെങ്കിൽ ഖുർആൻ്റെ ക്ലാസ് എന്ത് ചെയ്യുക, അത് ഒരായത്ത് ഇടയ്ക്കൊക്കെ നമ്മൾ പഠിക്കുന്നൊരു റമദാൻ തീരുമ്പോഴത്തിന് കുറച്ച് ആയത്തുകൾ, പ്രത്യേകമായി ചില ആയത്തുകൾ എടുത്ത് ആ ആയത്തുകൾ പഠിപ്പിക്കുന്നൊരു ക്ലാസ് തുടങ്ങും. ഇങ്ങനെ പല ചിന്തകളാണ്. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾ പഠിതാക്കളാണ്, കേൾക്കുന്ന ആൾക്കാരാണ്. ഇൻഷാ അല്ലാഹ് നമ്മളൊരു സർവേ നടത്തണമെന്ന് വിചാരിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് താല്പര്യമുള്ളൊരു വിഷയം എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റമദാനിലെ പകലുകളിൽ, റമദാൻ്റെ രാത്രി നടക്കൂല, റമദാനിൻ്റെ പകലുകളിൽ പ്രത്യേകിച്ച് രാവിലെ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ തിരക്കുകളിലേക്ക് നമ്മൾ നീങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു സമയം കണ്ടെത്തി ആ സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാൻ പറ്റും. കുറേ സമയമൊന്നും അതിനുവേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് ആർക്കുമില്ല, കാരണം ഇബാദത്തുകളുടെ മാസമാണ്. അതേപോലെ ശനിയും ഞായറും എന്ത് ചെയ്യില്ല, നമ്മളെ ഈ പിന്നെ ഓൺലൈൻ സംവിധാനത്തിലൂടെ നമ്മൾ ക്ലാസ് എടുക്കുന്നില്ല. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പഠിതാക്കളെല്ലാവരും തിരക്കുള്ള ദിവസമാണ് ശനിയും ഞായറും. അവരവരുടെ നാടുകളിൽ അവരവരുടെ സ്ഥലങ്ങളിൽ പഠന ക്ലാസ്സുകൾ ധാരാളം ഉണ്ടാകും, നമ്മളതിൽ പങ്കെടുക്കണം. നേരിട്ടുള്ള ക്ലാസ്സിൽ പോകാൻ പറ്റുന്ന അവസരമാണ്, ഇതിൽ പങ്കെടുക്കണം. അതുകൊണ്ട് തന്നെ മറ്റുള്ള തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും 2 ദിവസങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പഠന സംവിധാനത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാസ്സുകൾ തുടരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത്, റമദാൻ നമ്മൾ ഫലപ്രദമാക്കണം. ഈ റമദാൻ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല റമദാനായിട്ട് എന്ത് ചെയ്യണം, ഈ റമദാൻ മാറണം. എനിക്ക് 42 വയസ്സായി, ഒരുപാട് റമദാനുകൾ കടന്നുപോയി. പല റമദാനുകളിലും നമ്മളൊക്കെ പലതും ചെയ്തിട്ടുണ്ട് അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളിൽ 40, 50, 60, 70 വയസ്സായ ആൾക്കാരുണ്ട്. അതിലൊരുപാട് റമദാനുകളെ സ്വീകരിച്ചവരാണ് നമ്മൾ. റമദാനുകളെ ആരാധനകൾ കൊണ്ട് ധന്യമാക്കിയവരാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, വരാൻ പോകുന്ന റമദാൻ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല റമദാൻ. അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ പരിശ്രമിക്കുക, അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുക, അതിനുള്ള ആലോചനകൾ നമ്മൾ നടത്തുക. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ആലോചിക്കുക. കേവലം ഭക്ഷണമൊരിക്കലും വീട് വൃത്തിയാക്കലും മാത്രമല്ല, ഇബാദത്തുകളിൽ പ്ലാനുകൾ ഉണ്ടാകണം. രാത്രി നിസ്കാരത്തിന് ഏത് പള്ളിയിൽ പോകും, അല്ലെങ്കിൽ എങ്ങനെയാണ് നിസ്കാരം, ആലോചനകൾ ഉണ്ടാകണം. സ്വതക്ക നൽകാനുള്ള സമ്പത്ത് എത്രയുണ്ട് കൂട്ടി നോക്കണം. എന്നിട്ട് അർഹരായ ആളുകൾക്ക് എത്തിക്കാനുള്ള പദ്ധതികൾ ഉണ്ടാകണം. നോമ്പ് തുറപ്പിക്കേണ്ടത് ആരെയാണ്, പാവപ്പെട്ട ആളുകളെ കണ്ടെത്തണം, അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. അങ്ങനെ റമദാനിൽ നന്മകൾ നേടിയെടുക്കാനുള്ള ആലോചനയും അന്വേഷണവും നമ്മൾ നടത്തുക. റമദാനിനെ ഫലപ്രദമായി കൊണ്ട് ഉപയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. 5 പഠന ക്ലാസ്സുകളും കേട്ട ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്.
അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മൾ പരീക്ഷകൾ നടത്തിയിട്ടുണ്ട്. ക്ലാസ് പരീക്ഷകളിൽ അധിക ആളുകളും ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയ ആളുകളാണ്. അതിൻ്റെ അർത്ഥം എല്ലാവരും ക്ലാസ് ആത്മാർത്ഥമായി കേട്ടവരാണ്. പ്രായം ചെന്ന ചില ഉമ്മമാരുണ്ട്, അവർ വൃദ്ധകളാണ്, അഥവാ നല്ലോണം വയസ്സായ ആൾക്കാരാണ്. നമ്മുടെ ടെക്നോളജി ഒന്നും ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളാണ്. മൊബൈലിൽ അവരുടെ കണ്ണിന് കാഴ്ചക്ക് പ്രശ്നമുണ്ട്. അവർ ആൻസറുകൾ ടച്ച് ചെയ്യുമ്പോൾ മാറിപ്പോയി ആ ആൻസറുകൾ തെറ്റായിട്ടുണ്ട്. അവർ ശരിയായ ഉത്തരം അവർക്കറിയാം, പക്ഷേ ടെക്നോളജിയിൽ വിവരമില്ലാത്തത് കൊണ്ടും കാഴ്ചയുടെ പ്രശ്നം കൊണ്ടുമൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ച ആൾക്കാരുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട പ്രായമുള്ളവരെ, നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല. നമ്മൾ പഠിച്ചത് ദീനാണ്. അതിലെ മാർക്ക് എന്ന് പറഞ്ഞാൽ അതിലെ മാർക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്താ, അതൊക്കെ ഒരു രണ്ടാമത്തെ ഘട്ടമാണ്. അതൊരു സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രോത്സാഹനം നൽകാനുള്ള വഴികളാണ്. അതുകൊണ്ട് തന്നെ ആരും അതിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ പോളിസി എന്താണ്? നമ്മുടെ അക്കാദമിക്ക് ഒരു പോളിസിയുണ്ട്. ഒന്ന്, നമ്മൾ ആരുടെ ഫീസും വാങ്ങാറില്ല. ഒരു ക്യാഷ് നമ്മൾ ഈ സംവിധാനത്തിന് വേണ്ടി പഠിതാക്കൾ നമ്മൾ സ്വീകരിക്കുന്നില്ല. എന്നാൽ ഈ സംവിധാനത്തെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. ഞാൻ ഈ ഇരിക്കുന്ന റൂമിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഈ രീതിയിൽ ഈ ക്ലാസ് പുറത്തു വരാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റായ ക്യാമറയുണ്ട്, അതേപോലെ തന്നെ ലൈറ്റുകളുണ്ട്, സിസ്റ്റമുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്. അതൊക്കെ അതിൻ്റെയൊക്കെ പിന്നിൽ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. വർഷങ്ങളായി 2017 മുതൽ ഇതാ 2025 വരെ നമ്മുടെ അക്കാദമി ഒരു കുഴപ്പമില്ലാതെ നടന്നിട്ടുണ്ട്. 100 കണക്കിന് ആളുകൾ വിവിധ കോഴ്സുകൾ ചെയ്തു കഴിഞ്ഞു. മതപഠന കോഴ്സുകൾ നമ്മുടെ അക്കാദമിക്ക് കീഴിൽ നടന്നിട്ടുണ്ട്. റമദാനിൽ തന്നെ എത്രയോ റമദാനികളിൽ ഇതുപോലെയുള്ള കോഴ്സുകൾ നമ്മൾ നടത്തി. 1000കണക്കിന് ആളുകൾ പരീക്ഷ എഴുതി, അവർക്ക് സർട്ടിഫിക്കറ്റുകൾ കൊടുത്തു, അല്ലേ? ഓരോ കോഴ്സുകൾ കഴിയുമ്പോഴും അതിൽ വിജയിക്കുന്ന ആളുകൾക്ക് അല്ല, പങ്കെടുത്ത ആളുകൾക്ക്, ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയ ആളുകൾക്ക് മാത്രമല്ല, അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് പോലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാറുണ്ട്. അത് ചില ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാകില്ല. എന്തുകൊണ്ടാണ്? അവർ നമ്മൾ പറയുന്ന നിയമങ്ങൾ പാലിക്കാത്തതുകൊണ്ടാണ്. അപ്പം നമ്മൾ പറയും, നിങ്ങളുടെ പേര് നിങ്ങൾ എന്ത് ചെയ്യണം? പൂർണ്ണമായി എഴുതി അയച്ചു തരണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതായി റമദാൻ്റെ ഈ കോഴ്സ് കഴിഞ്ഞു, ഇന്നത്തോടുകൂടെ അവസാനിച്ചു. അപ്പോൾ ഇതിൻ്റെ പരീക്ഷ ഉണ്ടാകും. ആ പരീക്ഷയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? പരീക്ഷ എഴുതുമ്പോൾ അവിടെ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ, പേര് ശരിക്കും എഴുതണം, മൊബൈൽ നമ്പർ എഴുതണം. അപ്പോൾ മൊബൈൽ നമ്പർ എഴുതാത്ത ആൾക്കാരെ നമ്മളെങ്ങനെ കോൺടാക്ട് ചെയ്യുക? അവരെ നമ്മളെങ്ങനെ ബന്ധപ്പെടും? അതുകൊണ്ട് തന്നെ ആ നിയമങ്ങൾ പാലിക്കുന്ന ആളുകൾക്ക്, നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടികൾ നൽകുന്ന ആളുകൾക്കൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. 100 കണക്കിന് ആളുകൾക്ക് എനിക്ക് ഉറപ്പുണ്ട്. ഓരോ റമദാനിൻ്റെ കോഴ്സുകൾ കഴിയുമ്പോഴും 500-600 ആളുകൾക്ക് ഞാൻ സർട്ടിഫിക്കറ്റ് എഴുതിയിട്ടുണ്ട്. ആ 500 ആളുകളുടെയും പേരുകൾ സ്വന്തം ടൈപ്പ് ചെയ്താണ് സർട്ടിഫിക്കറ്റ് കൊടുക്കാറുള്ളത്. എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സിലും ഇൻഷാ അല്ലാഹ് പരീക്ഷ ഉണ്ടാകും. 2 ദിവസം കഴിഞ്ഞാൽ 2-3 ദിവസത്തിന് നമ്മളൊരു പരീക്ഷ സെറ്റ് ചെയ്യും, ഒരു ആനുവൽ എക്സാം എന്ന രീതിയിൽ ഈ കോഴ്സിൻ്റെ മുഴുവൻ ഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ വിജയിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? നമ്മൾ സർട്ടിഫിക്കറ്റ് നൽകും. ആ സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് നൽകുക? റമദാനിൽ ഒരു പക്ഷേ നമുക്ക് നൽകാൻ സാധിക്കൂല. അതിനൊരു കാരണമുണ്ട്, നമുക്ക് തിരക്കുള്ള സമയമാണ്. ഇനി അതിൻ്റെ സമയത്ത് ഏതെങ്കിലും ഒഴിവുള്ള സമയങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളത് ചെയ്യും. ഇല്ലെങ്കിൽ സാധാരണ റമദാൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നൽകാറുള്ളത്. അപ്പം എന്തായാലും എല്ലാ നന്മകളിലും നിങ്ങളും ഉണ്ടാകണം. ആ നന്മകളിൽ ചേർന്ന് നിൽക്കുക, ദീന് പഠിക്കുക, പരലോകത്ത് വിജയിക്കാനുള്ള പരിശ്രമം നടത്തുക, പരസ്പരം ദുആ ചെയ്യുക. നമ്മളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആളുകളാണ്. ഇതിലെ പഠിതാക്കൾ ആരാണ് എന്നോ അവരുടെ മുഖം ഏതാണോ എന്ന് പോലും എനിക്കറിയില്ല ആരൊക്കെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല. പക്ഷെ എല്ലാവരും പഠിതാക്കളാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിയുടെ ഒരു ഹദീസ് പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. പ്രവാചകൻ പറഞ്ഞത്, നമ്മുടെ സഹോദരന്റെ അസാന്നിധ്യത്തിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു അത് സ്വീകരിക്കുമെന്നാണ്. ഇതാ വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ള നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങൾ ഉണ്ടാകണം. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സമയങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം എൻ്റെ പ്രാർത്ഥനകളിൽ സ്ഥാനം പിടിക്കുന്നത് അതിലൊന്ന് എൻ്റെ പഠിതാക്കളാണ്. പരിശുദ്ധ ഹറമിൻ്റെ ചാരത്ത് പല സമയത്ത് പോയി നിന്നപ്പോഴും ഈ സംവിധാനത്തെ ഏറ്റവും നന്നായി കൊണ്ടുപോകാനും അതിലെ പഠിതാക്കളുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ തീർക്കാനും ഒക്കെ പലതവണ പ്രാർത്ഥിക്കാറുണ്ട്. ചെയ്ത നന്മകൾ എടുത്തു പറയുന്നതല്ല, മറിച്ച് അത് നമ്മുടെ കടമയാണ്, നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. പരസ്പരം ദുആ ചെയ്ത് പരസ്പരം നന്മകൾ പങ്കുവെച്ച് ജീവിതത്തിന്റെ അവസാനം വരെ മുന്നോട്ട് പോകാൻ, അവസാനം കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
നൽകുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.